അനുജന്റെ കസ്റ്റഡി മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്ന ശ്രീജിത്തിന്റെ സംഭവത്തിൽ സിബിഐയുടെ നിലപാട് പുറത്തെത്തുന്നു. ആ കേസ് അന്വേഷിക്കേണ്ടതില്ല എന്ന് സിബിഐ നിലപാട് വ്യക്തമാക്കുകയാണ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയായ സംഭവമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ശ്രീജിത്തിന്റെ നിരാഹാരം. എന്താണ് സിബിഐ ഇതേ സംബന്ധിച്ച് പറയുന്നത്? അജിംഷ, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടതാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം 2014 മെയ് മാസം 19 കസ്റ്റഡിയിൽ എടുക്കപ്പെടുകയും മെയ് മാസം 21 ആത്മഹത്യ ചെയ്ത നിലയിൽ പാറശാല പോലീസ് സ്റ്റേഷനിൽ കാണുകയും ചെയ്ത ശ്രീജീവിന്റെ കസ്റ്റഡി മരണം അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരനായ ശ്രീജിത്ത് കഴിഞ്ഞ 746 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നത്. നാളിതുവരെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വലിയ പരിശ്രമം ഈ സമരത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ, വലിയ ആക്ഷേപങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ഇന്നലെ മുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യത്തിൽ സമരവുമായി സർക്കാരിനെതിരെ രംഗത്ത് വരികയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒന്ന്, പ്രധാനമായും ഈ സമരം ടേക്കപ്പ് ചെയ്യുന്നതിനായി എത്തിയിരിക്കുന്നത് ബിജെപിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയാണ്. അവർ ഒരുപക്ഷെ മറുപടി പറയേണ്ടതാകുന്ന ഒരു വിഷയമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അവർ പറയുന്നത് ഈ സമരം എന്നത്, ശ്രീജിത്തിന്റെ ഈ സമരം എന്നത് സിബിഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ സമരം നടത്തുന്നത്. ഈ വർഷം ജൂൺ മാസം 8-ാം തീയതി സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. എന്നാൽ ഈ കേസ് സിബിഐ അന്വേഷിക്കാൻ മാത്രമുള്ള ഗൗരവ സ്വഭാവത്തിലുള്ളതല്ലെന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്രട്ടറി TPR ത്രിപാഠി സംസ്ഥാന സർക്കാരിന് അയച്ച കത്താണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് നിരവധി കേസുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് സിബിഐ. സിബിഐ അന്വേഷിക്കാൻ തക്ക വിധത്തിലുള്ള ഗൗരവ സ്വഭാവം ഈ കേസിലില്ല എന്നാണ് സിബിഐ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ശ്രീജിത്തിന്റെ മറ്റൊരാവശ്യം, ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ അനിയന്റെ കസ്റ്റഡി മരണത്തിന് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടി വേണമെന്നതാണ്. ആ ശിക്ഷാ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥർ, ഇതിൽ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് ഹൈക്കോടതി ഇവർക്കെതിരായ നടപടിക്രമങ്ങൾ നിലവിൽ തടഞ്ഞിരിക്കുകയാണ്. അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാൻ സംസ്ഥാന സർക്കാരിന് നിലവിൽ കഴിയില്ല. അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 10 ലക്ഷം രൂപ ഇതിനോടകം സംസ്ഥാന സർക്കാർ നൽകി കഴിഞ്ഞു. ഈ LDF സർക്കാരാണ് നൽകിയത്. ഇത് 2014 മെയ് മാസം 21 ഈ കസ്റ്റഡി മരണം സംഭവിക്കുന്നത്. രമേശ് ചെന്നിത്തലയായിരുന്നു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. അതിന് ഏറ്റവും വലിയ വിരോധാഭാസം, അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല ഈ കസ്റ്റഡി മരണ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ സംസാരിക്കുന്നതിനായി ശ്രീജിത്തിന്റെ സമരപന്തലിൽ എത്തുന്നുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ജീവൻ ഈ വാർത്തയുടെ യഥാർത്ഥ വസ്തുത പുറത്തെത്തുന്നത്, ഈ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തെത്തുന്നത്. അതായത് ജീവൻ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെയാണ് ശ്രീജിത്തിന്റെ സഹോദരൻ കസ്റ്റഡിയിൽ മരിക്കുന്നത്. 1. 2, സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടും ജൂലൈ 18 അയച്ച കത്തിന് CBI ആണ് മറുപടി പറഞ്ഞിരിക്കുന്നത്, അത് നടക്കില്ല, ആ കേസ് ഏറ്റെടുക്കില്ലെന്ന്. പക്ഷേ യുവമോർച്ചയും ശ്രീജിത്തിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരായ നീക്കമായിട്ടാണ് രാഷ്ട്രീയമായി പ്രചരണം നടത്തുന്നത്. ഈ 2 സംഭവങ്ങളുടെയും കള്ളി വെളിച്ചത്താകുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ ജീവൻ ഈ CBIയുടെ കത്ത് പുറത്തുവിടുക വഴി പുറത്തേക്കെത്തുക? അജിംഷാദ്, നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ കത്തിൽ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിയായ ഉദ്യോഗസ്ഥൻ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ പേര് SPR ത്രിപാഠി എന്നാണ്. അദ്ദേഹം സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി കത്ത് മുഖാന്തരം അറിയിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. ഈ കേസ് CBI എന്നത് രാജ്യവ്യാപകമായി നിരവധി അന്വേഷണ കേസുകൾ ഏറ്റെടുക്കുന്ന ഏജൻസി ആയതിനാൽ ഇത് ഇപ്പോൾ തന്നെ നിരവധി കേസുകൾ അവർക്ക് ബർഡനാണ്. അതായത് അവർ ഇപ്പോൾ തന്നെ ജോലിഭാരം കൂടുതലായതിനാൽ ലാർജ് നമ്പർ ഓഫ് കേസ് ഇപ്പോൾ തന്നെ അവർ കൈകാര്യം ചെയ്യുന്നതിനാൽ ഈ കേസ് ഏറ്റെടുക്കാനാവില്ല. അതിനാൽ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ
ഗവൺമെന്റ് ഓഫ് കേരള റിക്വസ്റ്റ് ചെയ്തത് പ്രകാരം ഏറ്റെടുക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടി SPR ത്രിപാഠി അണ്ടർ സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്ത് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സമരത്തിന് പുതിയ അവകാശികൾ ഉണ്ടാവുന്നത്. നമുക്കറിയാം അജിംഷാദ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നതിൽ നമുക്ക് വിമുഖതയില്ല, ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ വിമുഖതയില്ല. എന്നാൽ ഇരയ്ക്കൊപ്പം കിടക്കുകയും വേട്ടക്കാരനൊപ്പം കുരക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് മുതലെടുപ്പ് നടത്താൻ വരുന്ന രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്നു എന്നതാണ് ഈ സമരത്തെ ഒരുപക്ഷെ അതിന്റെ കള്ളക്കളി തുറന്നു കാണിക്കുക എന്നതാണ് ഈ വാർത്തയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നതും അതുതന്നെയാണ് നമ്മൾ ചൂണ്ടി പറയാൻ ശ്രമിക്കുന്നതും. കാരണം മരണത്തിന് ഒരിക്കലും തുക എന്നതുകൊണ്ട് പരിഹാരം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 10 ലക്ഷം രൂപ ശ്രീജിത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകി. അത് UDF ഭരണത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ഇരിക്കെ നടന്ന ഒരു കസ്റ്റഡി ഭരണ കേസിൽ അന്ന് UDF ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് നാരായണ കുറുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാർ പണം നൽകിയിട്ടും ആ കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിന് കോടതിയുടെ വിലക്കുണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാക്കാൻ ചില രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നതിന്റെ യഥാർത്ഥ ഉള്ളുകള്ളി, അതിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുക എന്നത് മാത്രമാണ് ഈ വാർത്തയുടെ ലക്ഷ്യം. അജിംഷാ, തീർച്ചയായും. അതായത് ഒരുപക്ഷെ ഇതിന്റെ വസ്തുതകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ജീവൻ. അതായത് ആഭ്യന്തരമന്ത്രിയായിരിക്കെ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ സംഭവിച്ച ഒരു കേസിന്റെ മുഴുവൻ ധാർമ്മികതയും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഏറ്റെടുക്കണമെന്ന സന്ദേശമാണ് UDFും കോൺഗ്രസും മുമ്പോട്ട് വെക്കുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം ജീവൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അല്പസമയത്തിനകം ആ സമരപ്പന്തലിലെത്തി രമേശ് ചെന്നിത്തല തന്നെ ഈ ശ്രീജിത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം. 2 ആണ് യുവമോർച്ചയുടെ പ്രവർത്തനം. യുവമോർച്ച ശക്തമായ സമരവുമായി ബന്ധപ്പെട്ട് ശ്രീജിത്തിനൊപ്പം നിൽക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഭാഗത്ത് നിന്നെത്തിയത് CBI അന്വേഷണത്തിനുള്ള പ്രത്യേകത ഈ കേസിനില്ല എന്നതാണ്. അതായത് ശ്രീജിത്തിന്റെ ആവശ്യം ന്യായമാണ്, പക്ഷേ ആ ന്യായമായ അവകാശത്തെ തികച്ചും വസ്തുതാവിരുദ്ധമായ രാഷ്ട്രീയത്തിന് ഇവർ ഉപയോഗിക്കുന്നു എന്നതിന്റെ വസ്തുതയാണ് ഇപ്പോഴത്തെ CBIയുടെ കത്ത് വഴി പുറത്തെത്തുക. ജീവൻ, അജിംഷാ, അത് തന്നെയാണ്. കാരണം ഇതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു സമരത്തിന് വളരെ വേഗം കൈവരുന്ന സോഷ്യൽ മീഡിയയിലൂടെ കൈവരുന്ന ജനകീയ പരിവേഷത്തിന്റെ അതിന്റെ താരപ്രചാരകരാകുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ സമരത്തിന്റെ ചാമ്പ്യന്മാരാവാൻ നടക്കുന്നവർക്ക് നൽകാൻ കഴിയുമെന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സമരം 746 ദിവസമായി നടക്കുന്നുണ്ടായിരുന്നു. ഈ സമരത്തിന്റെ മുന്നിലൂടെ നിരവധി സമരങ്ങൾ നയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സമരത്തിന്റെ ചാമ്പ്യന്മാരാകാൻ വരുന്നവർ പല ഘട്ടങ്ങളിലൂടെ മുൻപോട്ട് പോയിരുന്നു. അന്നൊന്നും ഈ സമരപന്തലിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവാതിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ ഇതിന്റെ നായക പദവി ഏറ്റെടുക്കാനായി വരുമ്പോൾ അതിനു പിന്നിലുള്ള ദുരൂഹത തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് നമ്മുടെ വാർത്തയ്ക്കുള്ളത്. അതുതന്നെയാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നതും. ഈ സമരം കഴിഞ്ഞ 746 ദിവസമായി ഇതിന് നടക്കുമ്പോൾ ഒരിക്കൽ പോലും ആ സമരപന്തലിൽ നിന്ന് കയറാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ തയ്യാറാവാത്തവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇവിടെ എത്തുമ്പോൾ അവരുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുക എന്നതുകൂടിയാവണം വാർത്ത എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. അജിംഷാ, ശരി. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സഹോദരന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീജിത്ത് നടത്തുന്ന നിരാഹാര സമരം വലിയ പ്രചാരം സോഷ്യൽ മീഡിയയിൽ അടക്കം നൽകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ചില വസ്തുതകൾ പുറത്തെത്തുന്നത്. ശ്രീജിത്തിന്റെ സഹോദരന്റെ കേസ് അന്വേഷിക്കാൻ CBIക്ക് ആകില്ല, CBIക്ക് അത് തയ്യാറല്ല എന്ന് കാട്ടി CBI സംസ്ഥാനത്തിന് അയച്ച കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി പുറത്തുവിട്ടത്. വിവരങ്ങളും വിശദാംശങ്ങളും കൂടിയാണ് ജീവൻ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സുപ്രീം കോടതിയിലെ പ്രതിസന്ധി തുടരുന്നു. ജുഡീഷ്യറിയിലെ BJPയുടെ ഇടപെടൽ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നതാണ് ജഡ്ജിമാരുടെ പ്രധാന ആവശ്യമെന്നാണ് സൂചന. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ അയോധ്യ കേസ് ഉൾപ്പെടെ പരിഗണിക്കാനിരിക്കെയാണ് ജഡ്ജിമാരുടെ തുറന്നു പറച്ചിൽ എന്നത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കുന്നു. അതിനിടെ വാർത്താ സമ്മേളനം നടത്തിയത് ശരിയായില്ലെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വികാസ് സിംഗ് പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും ഉടൻ തീരുമെന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാലും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഈ ബോധപൂർവമുള്ള സെലക്ഷൻ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന ആരോപണം കൃത്യമായി ഇന്നലെ 4 ജഡ്ജിമാർ അയച്ചത്. അതിൽ അയോധ്യ കേസുമുണ്ട്. അയോധ്യ കേസിന്റെ അന്തിമവാദം ഫെബ്രുവരി 8 കേൾക്കും എന്ന് പറയുമ്പോൾ അതിലേക്ക്
ദീപക് മിശ്ര പോകുന്നതിന് മുമ്പ് വിധിയെത്തും എന്ന ആശങ്ക കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രശ്നങ്ങൾ, ആശങ്കകളുടെ കൂട്ടമായിരുന്നു. ഒരുപക്ഷെ ഇന്ന് കേന്ദ്ര സർക്കാർ അതിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് പ്രധാന വിഷയം. ജിംഷാദ്, അല്പസമയം മുമ്പ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ വസതിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്തിയിരുന്നു. അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അനുമതി ദീപക് മിശ്ര നിഷേധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടിക്കാഴ്ച നടന്നു എന്ന് ഇപ്പോഴും വ്യക്തമല്ല. കേന്ദ്ര സർക്കാർ പ്രത്യക്ഷത്തിൽ ഇടപെടുന്നില്ലെങ്കിലും ഇത്തരത്തിൽ ദൂതരെ അയച്ച് പ്രശ്നപരിഹാരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീപക് മിശ്രയുടെ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇന്നലെ 4 ജഡ്ജിമാരും നടത്തിയ ഇത്തരം തുറന്നു പറച്ചിലുകളുടെയും വിമർശനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ കേസുകൾ പരിഗണിക്കാൻ ബെഞ്ചുകൾക്ക് കൈമാറുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താൻ ചീഫ് ജസ്റ്റിസ് തയ്യാറല്ല എന്നാണ്. മറ്റു വിഷയങ്ങളിലേക്ക് പരിഹരിക്കാം. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കേസുകൾ കൈമാറുന്ന രീതിയിലെ പ്രശ്നപരിഹാരം അതിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ വീണ്ടും വഷളാകും. ഇന്ന് വൈകുന്നേരം ബാർ അസോസിയേഷന്റെ സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ യോഗം ചേരുന്നുണ്ട്. ബാർ അസോസിയേഷന്റെ സെക്രട്ടറി രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പ്രാഥമികമായി പറഞ്ഞത് 4 ജസ്റ്റിസുമാരും വാർത്താ സമ്മേളനം വിളിച്ച് പ്രശ്നം ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത് ശരിയായില്ല എന്നാണ്. അത് കോടതിക്കുള്ളിൽ തന്നെ തീർക്കാമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം 25 ജസ്റ്റിസുമാർ സുപ്രീം കോടതിയിലുണ്ട്. ഇവർക്ക് മറ്റ് ജസ്റ്റിസുമാരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്താമായിരുന്നില്ല എന്ന ചോദ്യമൊക്കെ. അങ്ങനെ അതേസമയം മറ്റൊരു വിഭാഗം, ബാർ അസോസിയേഷനിലെ മറ്റൊരു വിഭാഗം ഈ ജസ്റ്റിസുമാരെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബാർ അസോസിയേഷൻ രണ്ടായിട്ട് ഭിന്നിക്കുന്നു. ജസ്റ്റിസുമാർ തന്നെ 2 വിഭാഗമായി തീരുന്നു. സുപ്രീം കോടതിയുടെ ഭരണ നിർവഹണ സംവിധാനം കുഴപ്പത്തിലായി എന്നേ പറയാൻ കഴിയും. അതിന്റെ പ്രത്യാഘാതം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇനി കോടതി തുറക്കുന്ന തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. തിങ്കളാഴ്ചയാണ് കോടതി ആരംഭിക്കുന്ന. 4 ജസ്റ്റിസുമാരും കോടതിയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അന്നേ ദിവസം സുപ്രീം കോടതിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നാണ് ഇനിയും വീക്ഷിക്കേണ്ടത്. നിലവിൽ അറ്റോർണി ജനറൽ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 4 ജസ്റ്റിസുമാരിൽ 2 പേർ ഇപ്പോൾ ഡൽഹിയിലില്ല. രഞ്ജൻ ഗൊഗോയ് കൽക്കട്ടയിലും കുര്യൻ ജോസഫ് കേരളത്തിലേക്കും ഇന്നലെ രാത്രി തന്നെ പോയി. ബാക്കി 2 പേരെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളായിരിക്കും നടക്കുക. അതിൽ ജസ്റ്റിസ് ചെലമേശ്വർ ഇപ്പോൾ വസതിയിലില്ല. അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുകയാണ്. മറ്റേതെങ്കിലും ഒരു ചർച്ചകൾക്കാണോ എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. മറ്റു ഇത് രഞ്ജൻ ഗൊഗോയുമായി ബന്ധപ്പെട്ട് മദൻ ബി ലോക്കൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ആരും ഇതുവരെ എത്തിയിട്ടുമില്ല. മറ്റേതെങ്കിലും തരത്തിൽ ചർച്ച നടക്കുന്നുണ്ടോ എന്ന് ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ, അതായത് കോടതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിഹരിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയിലായിപ്പോയി. കേന്ദ്ര സർക്കാരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചീഫ് ജസ്റ്റിസ് ഇനി എടുക്കാനുള്ള കേസുകൾ, അയോധ്യ കേസ് അടക്കമുള്ള ണ്ട് അതിലെങ്ങനെയായിരിക്കും തീരുമാനം? കാരണം ഒക്ടോബറിലെ ചീഫ് ജസ്റ്റിസ് സ്ഥാനമൊഴിയുന്നു. സാധാരണ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തിന് മുമ്പുള്ള 5 മാസം പ്രധാനപ്പെട്ട കേസുകളെല്ലാം പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കുകയാണ് പതിവ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇദ്ദേഹം പോയാൽ, ദീപക് മിശ്ര പോയാൽ, അത് മറ്റൊരു അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ നേരെയുള്ള ചോദ്യങ്ങൾ ഉയരാം. പ്രശ്നം കൂടുതൽ വഷളാകാം. അത്തരം കേസുകൾ എങ്ങനെ കൈകാര്യം? ഈ ജഡ്ജി ലോയയുടെ മരണം സംബന്ധിച്ച് ജൂനിയർ ജസ്റ്റിസ് കേസ് കേട്ടത് സംബന്ധിച്ച് എന്ത് പരിഹാരം ഉണ്ടാക്കും? ഇതൊക്കെ ഇനി പരിഹരിക്കേണ്ടിയിരിക്കുന്നു. അത് വലിയൊരു നൂലാമാലകളിലേക്ക് തന്നെ കടക്കും. കെ വേണുഗോപാൽ എങ്ങനെ അത് പരിഹരിക്കും എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതായത് സന്തോഷ് സർലിംഗ്, ഇവിടെ ഉയരുന്ന പ്രധാനമായ പ്രശ്നം ഇതാണ്. അതായത് നോക്കൂ, കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു സന്ദേശമാണ് നൽകിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഞങ്ങൾ ഇടപെടുന്നില്ല, അത് ജുഡീഷ്യൽ ഓഫീസർമാർ തമ്മിലുള്ള ഒരു ഭിന്നത മാത്രമായി കാണുന്നു. അതായത് ഈ നേരത്തെ സന്തോഷ് സർലിംഗ് സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ ഉയർന്ന നീതിപീഠത്തിലുണ്ടാകുന്ന സർവ്വവിധ ആശങ്കകളെയും അപ്രസക്തമാക്കുന്ന ഒരു രീതിയാണ് ഇത്. കേവലം ചില ജഡ്ജിമാർ തമ്മിലുള്ള പടലപ്പിണക്കം മാത്രമാണ് എന്ന സന്ദേശമാണ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് വഴി പുറത്തേക്കെത്തുക. ബാർ അസോസിയേഷൻ, അഭിഭാഷകരുടെ ഭിന്നതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മറ്റൊരു കാര്യമാണ്. അത് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഉയരേണ്ടതില്ല. പക്ഷെ ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഒന്ന്, 4 ജഡ്ജിമാർ പറഞ്ഞ കാര്യങ്ങൾ, അതനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത് എങ്കിൽ ദീപക് മിശ്രയെ ഇംപീച്ച് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ, അല്ലെങ്കിൽ അങ്ങനെ പോകണമോ, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ എത്ര? 1. 2, അതല്ല എങ്കിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ഇവർ കാട്ടിയതെങ്കിൽ ഈ 4 ജഡ്ജിമാർക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണം.
ഇങ്ങനെ കട്ട് ആൻഡ് ഡ്രൈഡ് ആയ ഒരു തീരുമാനത്തിലേക്കാണ് ഇത്രയും ഉയർന്ന നീതിപീഠത്തിന്റെ കാര്യങ്ങളെ എത്തിക്കേണ്ടത്. മറിച്ച് അതിന് പുറത്തേക്ക് ചില രാഷ്ട്രീയ ചർച്ചകൾ പോലെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്നത് പോലെ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ജഡ്ജിമാർ ഉയർത്തിയ ഗൗരവമായ സാഹചര്യം ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നതാണോ? നിയമവിദഗ്ധർ അങ്ങനെ ചൂണ്ടിക്കാട്ടുന്നുണ്ടോ? അതേ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ കൂടി ക്രോഡീകരിച്ചാൽ. സന്തോഷ് സർലിംഗ്. അജിംഷാദ്, ഇപ്പോൾ ഈ പ്രതികരിച്ചിരിക്കുന്ന പല നിയമ വിദഗ്ധരും ഈ പ്രശ്നത്തിന് ഉള്ളിലേക്ക് കടക്കുന്നില്ല. പകരം പറയുന്നത് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം അത് വേണ്ടായിരുന്നു എന്നാണ്. അത് വേണമോ വേണ്ടയോ, അത്തരത്തിലാണ് രണ്ട് വിഭാഗങ്ങളായുള്ള ചർച്ച. പ്രത്യേകിച്ച് പ്രശാന്ത് ഭൂഷണെ പോലുള്ള മുതിർന്ന അഭിഭാഷകരാണെങ്കിൽ ഈ വിഷയം മറ്റു പോംവഴികളില്ല, അത് അവതരിപ്പിക്കേണ്ടത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ചിലരാകട്ടെ അത് എത്തിക്കുന്നത് സുപ്രീം കോടതിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും എന്ന തരത്തിലുള്ള വാദങ്ങൾ. അങ്ങനെ രണ്ട് വാദങ്ങൾ. പക്ഷെ അവരാരും ഈ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പരിഹരിക്കാം എന്ന് ഉള്ളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. പകരം ഇത് കൂടുതൽ തർക്കത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഒന്നാമതായി. മറ്റൊന്ന്, ദീപക് മിശ്രയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നീക്കങ്ങൾ കഴിഞ്ഞ കുറേ ഒരു വർഷത്തോളമായി ദീപക് മിശ്ര ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ജസ്റ്റിസുമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഇനി എങ്ങനെ പരിഹാരമുണ്ടാക്കും? ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇംപീച്ച്മെന്റ് നടപടി അത്ര എളുപ്പമല്ല. കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെ പുറത്താക്കാൻ നിലവിൽ ഭരണഘടനാ പ്രകാരം രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, പാർലമെന്റ് ചേർന്ന് 1/3 ഭൂരിപക്ഷത്തോടെ ഇംപീച്ച്മെന്റ് ചെയ്യുക എന്നത്. മറ്റൊന്ന്, ജസ്റ്റിസുമാർ തന്നെ സ്വയം രാജിവെച്ച് പോവുക എന്നതാണ്. ഇതിലാകട്ടെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് തന്നെ ഏറെ സമയമെടുക്കും. ഇദ്ദേഹത്തിനാണെങ്കിൽ ഒക്ടോബർ മാസം വരെ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ ആ നടപടികൾ ആരംഭിക്കുക, പിന്നെ പാർലമെന്റിനുള്ളിൽ അതിന് എത്രത്തോളം പിന്തുണ കിട്ടുക എന്നതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ 4 ജസ്റ്റിസുമാരും ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വരണം. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് വേണം. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് ഇക്കാര്യത്തിൽ ഇംപീച്ച്മെന്റ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതിന് ഇംപീച്ച് വേണമെങ്കിൽ അതിനൊരു പ്രമേയം കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാർ ആരാണോ ഭരണത്തിലുള്ള അവരുടെ കൂടി പിന്തുണ കിട്ടിയാലേ പുറത്താക്കാൻ കഴിയും. ദീപക് മിശ്രയ്ക്ക് നമുക്കറിയാം, നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കേന്ദ്ര സർക്കാർ എന്തായാലും ദീപക് മിശ്രയ്ക്ക് എതിരെ നടപടി എടുക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് അനുകൂലമായി തന്നെ നടപടി എടുക്കുകയുള്ളൂ. മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുകയെന്നും ഇപ്പോഴത്തെ കാര്യത്തിൽ പ്രത്യക്ഷ. പിന്നെ മറ്റൊന്ന്, അദ്ദേഹം സ്വയം രാജിവെച്ച് പോവുക എന്നതാണ്. അതിനുള്ള സാധ്യതയും വളരെയേറെ കുറവാണ്. കാരണം ദീപക് മിശ്ര ഇപ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പ്രധാനം. ഇതിലൊരു വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവർ തന്നെ ഇന്നലെ പുറത്തിറക്കിയ 7 പേജ് വരുന്ന ലെറ്റർ ദീപക് മിശ്രയ്ക്ക് അവർ കൈമാറിയതാണ് 2 മാസം മുമ്പ്. ആ ലെറ്ററിൽ ഈ ജസ്റ്റിസുമാരെ എങ്ങനെ പുറത്താക്കും എന്ന സംബന്ധിച്ച് വരികളുണ്ട്. അതായത് ഈ ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച് മെമ്മോറണ്ടം ഓഫ് പ്രൊസീജിയർ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഈ നിയമനം, അവർക്ക് എങ്ങനെ ട്രാൻസ്ഫർ, പിന്നെ അവരെ പുറത്താക്കണോ, എങ്ങനെയാണ് പുറത്താക്കേണ്ടത്, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് സംബന്ധിച്ച് പോലും ഒരു കൂട്ടായ ചർച്ച വേണം എന്ന് ഈ 4 ജസ്റ്റിസുമാർ ആവശ്യപ്പെടുന്നുണ്ട്. അവർ പറയുന്നത് ഇംപീച്ച്മെന്റോ രാജിയോ അല്ലാതെ മറ്റു പോംവഴി തേടണം എന്നാണ് പറയുന്നത്. കാരണം ഇത് രണ്ടും പ്രായോഗികമല്ല എന്നത്, എളുപ്പത്തിൽ പ്രായോഗികമല്ല എന്നതുകൊണ്ടാണ് മറ്റു പോംവഴി തേടണം എന്ന് പറയുന്നത്. അത് അവർ ലക്ഷ്യം വയ്ക്കുന്നത്, പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്, ഇനി ഭാവിയിൽ ഇത്തരത്തിൽ കുറ്റങ്ങൾ ഉണ്ടായാൽ പോലും അവർക്കെതിരെ ഒരു കാര്യം കൂടി അതിനുള്ള വഴികൾ ഉണ്ടാക്കണം, മെമ്മോറണ്ടം ഓഫ് പ്രൊസീജിയർ തയ്യാറാക്കണമെന്നാണ്. സന്തോഷാണ് വിവരങ്ങൾ നൽകി വന്നത്. തീർച്ചയായും ഇടവേളയിലേക്ക് വാർത്തകളിലേക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവാദ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സിനഡ് നിയോഗിച്ച മെത്രാൻ കമ്മീഷനിൽ വിശ്വാസ്യതയില്ലാതെ വൈദിക സമിതി. 3 ദിവസം കൊണ്ട് എങ്ങനെ സമ്പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വൈദിക സമിതി തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനാണ് സിനഡ് പുതിയ കമ്മീഷനെ വെച്ചതെന്നും ആരോപണം. സിനഡ് ഇന്ന് സമാപിക്കാനിരിക്കെയാണ് വൈദിക സമിതി നിലപാട് കടുപ്പിക്കുന്നത്. വൈദിക സമിതി നിയോഗിച്ച 6 അംഗ കമ്മീഷൻ 1.5 മാസം കൊണ്ട് തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈദിക സമിതി. സിനഡ് നിയോഗിച്ച മെത്രാൻ കമ്മീഷൻ കേവലം 3 ദിവസം കൊണ്ട് മാത്രമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മൊഴികളിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങൾ മാത്രമാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കവും. എന്നാൽ 3 വൈദികരും റിട്ടയേർഡ് തഹസിൽദാരും സാമ്പത്തിക വിദഗ്ധരും അടങ്ങുന്ന വിദഗ്ധ സമിതി രൂപതയുടെ ഭൂമി രേഖകളും മിനിറ്റ്സുമെല്ലാം പരിശോധിച്ച് തയ്യാറാക്കിയതാണ് വൈദിക സമിതി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കർദിനാളിന് നേരിട്ട് സമർപ്പിച്ചിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ സിനഡ് മറ്റൊരു മെത്രാൻ കമ്മീഷൻ നിയോഗിച്ചത് വൈദിക സമിതി റിപ്പോർട്ട് അട്ടിമറിക്കാനാണെന്നും ഇവർ ആരോപിക്കുന്നു. വൈദിക സമിതി റിപ്പോർട്ട് സമഗ്ര ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നും എങ്കിൽ മാത്രമേ സത്യം പുറത്തുവരൂവെന്നാണ് ഇവരുടെ അഭിപ്രായം. കർദിനാളിന് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കി പ്രശ്നം അവസാനിപ്പിക്കാനുള്ള മെത്രാന്മാരുടെ നീക്കം നടക്കില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. സിനഡ് ഇന്ന് സമാപിക്കാനിരിക്കെ
മെത്രാൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം അന്തിമ നിലപാട് സ്വീകരിക്കാനാണ് വൈദിക സമിതിയുടെ തീരുമാനം. ഇന്ന് സിനഡിൽ അവതരിപ്പിക്കാനിരിക്കുന്ന മെത്രാൻ കമ്മീഷൻ റിപ്പോർട്ട് കർദിനാളിന് അനുകൂലമാണെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രഥമ ലോക കേരള സഭയുടെ പ്രഥമ സമ്മേളനം ഇന്നാണ് സമാപിക്കുക. വിവിധ വിഷയങ്ങളിൽ 2 ദിവസമായി നടക്കുന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകും. വരും നാളുകളിൽ സംസ്ഥാനത്തെ വിവിധ രംഗങ്ങളിൽ കൂടുതൽ വിദേശ നിക്ഷേപത്തിന് ലോക കേരള സഭയിൽ പങ്കെടുത്ത പ്രവാസികൾ ഇതിനോടകം തന്നെ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സുനിൽ, ഈ ചർച്ചകൾക്കൊക്കെ മുഖ്യമന്ത്രി എപ്പോഴാണ് മറുപടി പറയുക? ഒപ്പം ഇന്നത്തെ ദിവസത്തെ കാര്യപരിപാടികൾ കൂടി. അജിംഷാദ്, ഇന്നിപ്പോൾ 5 സെക്ഷനുകളായിട്ടുള്ള ഉപസമ്മേളനം പുരോഗമിക്കുകയാണ്. വിവിധ വിഷയങ്ങളെ ആധാരമാക്കിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിൽ പ്രവാസി സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ച അവസാനിച്ചു. ഇപ്പോൾ പ്രവാസികളും സംസ്കാരവും, കേരള സംസ്കാരവും ഭാഷാ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഒരു സെക്ഷനിൽ ചർച്ച നടക്കുന്നത്. മറ്റൊരു സെക്ഷനിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവാസികൾക്ക് വഹിക്കാവുന്ന പങ്ക് എന്ന വിഷയത്തിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ സാംസ്കാരിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചർച്ച പുരോഗമിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2:30 സഭ വീണ്ടും ഒരുമിച്ച് സമ്മേളിക്കും. സെക്ഷനെല്ലാം അവസാനിച്ച ശേഷം ഒരുമിച്ച് സഭാ സമ്മേളനം വീണ്ടും ചേരും. അതിനുശേഷമാണ് മുഖ്യമന്ത്രി 3:45 ഈ 2 ദിവസത്തെ സഭാ സമ്മേളനത്തിന്റെ ചർച്ചകളുടെയും മറ്റ് വിശദാംശങ്ങളെല്ലാം സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടും തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടും സംസാരിക്കുക. വൈകുന്നേരം 6:30 ഈ ലോക കേരള സഭയുടെ സമാപന പൊതുസമ്മേളനം നടക്കുന്നത്. സമാപന സമ്മേളനം ഗവർണർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കനകക്കുന്നിലാണ് സമാപന സമ്മേളന ചടങ്ങുകൾ നടക്കുക. ഈ സമാപന സമ്മേളനത്തിനെ തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. ഏതായാലും ഈ ഒരു ലോക കേരള സഭയെ പ്രവാസികളെല്ലാം തന്നെ അവരുടെ വേദനകളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ആവശ്യങ്ങളും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവതരിപ്പിക്കുന്ന ഒരു വേദിയാക്കി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഈ 2 ദിവസമായി ചേരുന്ന സമ്മേളനത്തിന്റെ ഏറ്റവും വലിയൊരു വിജയമായി ഉയർത്തിക്കാട്ടാൻ കാണുന്നത്. ശരി സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. സിനിമയിൽ കണ്ടതിനേക്കാൾ കടുപ്പമേറിയതാണ് ജീവിതത്തിൽ അനുഭവിച്ചതെന്ന് നേഴ്സ് മെറീന ജോസ്. ലോക കേരള സഭയുടെ വേദിയിൽ പ്രവാസ ജീവിതത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ് ടേക്ക് ഓഫ് എന്ന സിനിമയ്ക്ക് ജീവിതം കൊണ്ട് ഇതിവൃത്തമായി മാറിയ മെറീന എത്തിയത്. തിരിച്ചെത്തി 3 വർഷമായിട്ടും ജോലി ലഭിക്കാത്ത വ്യഥയിലാണിവർ. ലോക കേരള സഭ തന്നെപ്പോലെയുള്ള നിരവധി പേർക്ക് കൈത്താങ്ങാകുമെന്ന് പ്രതീക്ഷയിലാണ് മെറീന. തിക്രത്തിലെയും മൊസൂളിലെയുമെല്ലാം പേടിക്കനം തൂങ്ങുന്ന ദിനരാത്രങ്ങൾക്കൊടുവിൽ 45 നഴ്സുമാരടങ്ങുന്ന സംഘം ജീവിതത്തിലേക്ക് പറന്നുയർന്നത് ഇപ്പോഴും അവിശ്വസനീയതയോടെയാണ് നാം ഓർക്കുന്നത്. ആ കറുത്ത ദിനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഇപ്പോഴും മെറീന ജോസിന് ഞെട്ടലാണ്. ലോക കേരള സഭയുടെ വേദിയിൽ പ്രവാസ ജീവിതത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുമായാണ് ടേക്ക് ഓഫ് എന്ന സിനിമയ്ക്ക് ജീവിതം കൊണ്ട് ഇതിവൃത്തമായ മെറീന ജോസ് എത്തിയത്. സിനിമയിൽ കണ്ടതിനേക്കാൾ കടുപ്പമേറിയതാണ് ജീവിതത്തിൽ അനുഭവിച്ചതെന്ന് മെറീന പറയുന്നു. ദുരിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയപ്പെടുത്തുന്ന നമ്മുടെ ഭയപ്പാടാണ് നമുക്ക് കൂടുതലുണ്ടായത്. നമ്മൾ രക്ഷപ്പെടില്ല, ഇവരുടെ കയ്യിൽ നമ്മൾ വിട്ടുപോയി. നമുക്ക് ഒരു തരത്തിലും, കാരണം നമ്മളെല്ലാവരെയും അറിയിച്ചിട്ടും ആർക്കും വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ ചേർന്ന് നേരത്തെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. എന്നാൽ അവരിൽ പലരെക്കുറിച്ചും ഇപ്പോൾ വിവരമൊന്നുമില്ല. പ്രവാസം അവസാനിപ്പിച്ച് ഇറാഖിൽ നിന്നും മടങ്ങിയ ശേഷം കഴിഞ്ഞ 3 വർഷമായി ജോലിയില്ലാത്ത അവസ്ഥയിലാണ് മെറീന. ലോക കേരള സഭ തന്നെ പോലെയുള്ള നിരവധി പേർക്ക് കൈത്താങ്ങാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മെറീന. തിക്രത്തിൽ 21 ദിവസമാണ് മെറീന അടക്കമുള്ള 45 അംഗ സംഘം അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്തത്. തുടർന്ന് IS സേനയ്ക്കൊപ്പം ജീവൻ പണയം വെച്ച് സാഹസികമായ 24 മണിക്കൂർ യാത്ര ചെയ്താണ് അവർ പുറത്തേക്ക് എത്തുന്നത്. 45 നഴ്സുമാരിൽ 44 മലയാളികളായിരുന്നു. ടേക്ക് ഓഫ് എന്ന ഈ സിനിമയിലെ ദൃശ്യങ്ങളുടെ ഭീകരത, അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് മെറീന ഉൾപ്പെടെയുള്ള നഴ്സുമാർ നേരിട്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. VS അച്യുതാനന്ദൻ ദീപശിഖ കൊളുത്തി. G സുധാകരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. UDF കോൺഗ്രസും ലീഗുമായി
മാത്രമുള്ള മുന്നണിയായി UDF ഒതുങ്ങുന്നു എന്നതും NDAയുടെയും UDFിൻ്റെയും രാഷ്ട്രീയം CPIM വിരുദ്ധത മാത്രമാണ് എന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ പറഞ്ഞു. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷാജി, എന്തൊക്കെയാണ് കോടിയേരി മുമ്പോട്ട് വെച്ചത്? അജിംഷാദ്, പ്രധാനമായിട്ടും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇന്ന് ഇപ്പോൾ ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ശിഥിലീകരണത്തിലേക്ക് UDF പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലീഗും കോൺഗ്രസുമായിട്ട് മാത്രം അത് ഒതുങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ LDF കൂടുതൽ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. LDF ശക്തിപ്പെടുന്നതോടൊപ്പം തന്നെ CPM തങ്ങളുടെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. ഇതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചില ഭരണരീതികളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. BJP ഭരിക്കുന്ന കേരളത്തിലും മാത്രമല്ല രാജ്യത്താകമാനം ക്രമസമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ രാജ്യം പോകുന്നത്. കാരണം സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തന്നെ പുറത്തു വന്ന് പത്രസമ്മേളനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന് പ്രധാന കാരണം നിയമവ്യവസ്ഥയിൽ പോലും നരേന്ദ്രമോദി സർക്കാർ ഇടപെടുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ കാണേണ്ടതെന്നുള്ളൊരു മുന്നറിയിപ്പും കോടിയേരി ബാലകൃഷ്ണൻ നൽകുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ VT ബൽറാം, കേരളവും അതോടൊപ്പം തന്നെ ഇന്ത്യയുമൊക്കെ ആദരിക്കുന്ന പ്രമുഖ വ്യക്തികളെക്കുറിച്ച് ബൽറാം നടത്തിയ പരാമർശങ്ങൾക്ക് പട്ടും വളയം നൽകി ആദരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മണിശങ്കർ അയ്യർ നരേന്ദ്രമോദിക്കെതിരെ പ്രസ്താവന നടത്തിയപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. പക്ഷേ VT ബൽറാമിന് അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല. കോൺഗ്രസും BJPയും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. BJP നേതാക്കൾക്കെതിരെയാണ് VT ബൽറാം പരാമർശം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷേ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കോടിയേരി ബാലകൃഷ്ണൻ അല്പം മുമ്പ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കും. ഏകദേശം 340 പ്രതിനിധികൾ, 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കം 382 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ ഇപ്പോൾ ചർച്ചയ്ക്കായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 3 ദിവസങ്ങളായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. 15-ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തോടു കൂടിയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ സമ്മേളനം സമാപിക്കുന്നത്. കായംകുളത്ത് PK ചന്ദ്രാനന്ദൻ നഗറിലാണ് സമ്മേളനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതിനുള്ള മുൻപായിട്ട് റെഡ് വാളിൻ്റെ പരേഡും 6 ലക്ഷം പേർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും പ്രകടനവും ഒക്കെ കൂടിയായിരിക്കും സമാപന സമ്മേളനത്തിന് സമാപനം കുറിക്കുക. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. കോടിയേരി ബാലകൃഷ്ണൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് UDF എന്നത് ലീഗും കോൺഗ്രസുമായി മുന്നണിയായി ഒതുങ്ങുന്നു. VT ബൽറാമിനെതിരെ നടപടിയെടുക്കാതെ മോഡിക്കെതിരായി സംസാരിച്ച ആൾക്കെതിരെ, മണിശങ്കർ അയ്യർക്കെതിരെ നടപടിയെടുക്കുകയും എന്നാൽ AKGക്കെതിരെ സംസാരിച്ച ആൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ സംബന്ധിച്ചും കോടിയേരി സൂചിപ്പിച്ചു. UDFും NDAയും CPIM വിരുദ്ധത മാത്രമാണ് അവരുടെ രാഷ്ട്രീയമായി കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും BJP ഒപ്പമുള്ള NDAയും UDFും തകർച്ചയുടെ ശിഥിലമാകുന്നതിൻ്റെ പാതയിൽ തന്നെയാണ്. അതാണ് ഇന്നിപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നതെന്നും കോടിയേരി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. 16-ന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുക. സമാപന ദിവസമായ 18-ന് വൈകിട്ട് പ്രകടനത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന പതാക, ദീപശിഖ, കൊടിമര ജാഥകൾ പൊതുസമ്മേളന നഗരിയായ മറൈൻ ഡ്രൈവിൽ മറ്റന്നാൾ സംഗമിക്കും. തുടർന്ന് മറൈൻ ഡ്രൈവിൽ ഒരുക്കിയ ഫിഡൽ കാസ്ട്രോ നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ CN. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കേന്ദ്ര സർക്കാർ ഇപ്പോഴും അതിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ഇത് കേവലം ജുഡീഷ്യൽ ഓഫീസർമാർ തമ്മിലുള്ള ആഭ്യന്തരമായ ഇടപെടൽ എന്ന പ്രതികരണമാണ് ഏറ്റവും ഒടുവിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുറത്തെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇത് കേവലം ജഡ്ജിമാർ തമ്മിലുള്ള ഒരു പടലപ്പിണക്കം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ ഉന്നത നീതിപീഠം നേരിടുന്ന വലിയ ആശങ്ക ചർച്ച ചെയ്യപ്പെടണം എന്ന ഗൗരവത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നില്ല ബോധപൂർവം. അതേസമയം തന്നെ ദീപക് മിശ്രയെ കാണാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പ്രധാനമന്ത്രി അയക്കുകയും ചെയ്യുന്നു. ആ കൂടിക്കാഴ്ച എന്തായി? അങ്ങനെ കാണാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ? എന്താണ് അതിന്റെ വിവരം? സന്തോഷ് തള്ളി.
അജിംഷാദ്, ഞാനത് ആദ്യമേ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ വസതിയിൽ, ദീപക് മിശ്രയുടെ വസതിയിൽ രാവിലെ എത്തി. പക്ഷേ വസതിയുടെ ഗേറ്റുകൾ തുറന്നില്ല. അദ്ദേഹത്തിന് അനുമതി നിഷേധിച്ചു. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സഹായികൾ ദീപക് മിശ്രയുടെ ഉദ്യോഗസ്ഥരുമായി, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അനുമതി ലഭിച്ചിട്ടില്ല. മുൻകൂർ അനുമതി ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് കടത്തിവിടാനാകില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ദീപക് മിശ്ര പരസ്യമായി തയ്യാറായില്ല. ഇനി കാരണം നേരത്തെ തന്നെ ഈ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദീപക് മിശ്രയെ നിയന്ത്രിക്കുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ. അതുകൊണ്ടായിരിക്കാം ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി, PM-ന്റെ ഓഫീസിൽ നിന്നുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി സംസാരിക്കാൻ ദീപക് മിശ്ര തയ്യാറാകാത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സുപ്രീം കോടതിയിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ പറഞ്ഞതുപോലെ ജസ്റ്റിസ് ലോയയുടെ മരണം വന്ന് സംഭവിച്ചപ്പോൾ തന്നെ ഈ 2 മാസം മുമ്പ് ഈ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ 4 മുതിർന്ന ജസ്റ്റിസുമാരും ചീഫ് ജസ്റ്റിസിന് ലോയയുടെ മരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തെഴുതി. അത് ഗൗരവമായി പരിഗണിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അതെല്ലാം അവഗണിച്ച, മുതിർന്ന ജസ്റ്റിസുമാരെ പൂർണ്ണമായും അവഗണിച്ച ചീഫ് ജസ്റ്റിസ് ആകട്ടെ ആ കേസ് കൈമാറിയത് സുപ്രീം കോടതിയിലെ 10ാം നമ്പർ കോർട്ടിൽ ജസ്റ്റിസ് അരുൺ മിശ്രയുടെ അധ്യക്ഷതയുള്ള ബെഞ്ചിലാണ്. സുപ്രീം കോടതിയിൽ 12 കോടതികൾ, 25 ജസ്റ്റിസുമാരാണുള്ളത്. ഈ 12 കോടതികൾക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് ഉള്ളതെങ്കിൽ പോലും 1ാം നമ്പർ കോടതി, 2ാം നമ്പർ കോടതി മുതൽ 5ാം നമ്പർ കോടതി വരെയാണ് മുതിർന്ന ജസ്റ്റിസുമാർ ഉള്ളത്. ഈ അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന അത്തരം ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ പലപ്പോഴും ഈ 1 മുതൽ 5 വരെയുള്ള മുതിർന്ന ജസ്റ്റിസുമാരുടെ ബെഞ്ചിലാകും എത്തുക. പരിസ്ഥിതിയോ അല്ലെങ്കിൽ സിവിൽ കേസുകൾ പോലുള്ള കേസുകളാണ് മറ്റു ജസ്റ്റിസുമാർ, അതായത് ആദ്യമായി സുപ്രീം കോടതിയിൽ എത്തി കേസുകൾ പരിഗണിക്കുന്ന ജൂനിയർ ജസ്റ്റിസുമാരുടെ കൈവശം എത്തുക. കാരണം സുപ്രീം കോടതിയുടെ രീതിയൊക്കെ അവർ പഠിച്ചു വരണം. എന്നാൽ ഇവിടെ ചീഫ് ജസ്റ്റിസ് സംഭവിച്ചതാകട്ടെ ഇതൊക്കെ മാറ്റിവെച്ചു. അതുപോലെ തന്നെ മെഡിക്കൽ കോഴ കേസിൽ ചീഫ് ജസ്റ്റിസ് ആണ് അക്കാര്യത്തിൽ പ്രതിപട്ടികയിലുള്ളത്. അതിനെതിരെ അന്വേഷണം നടത്തിക്കൊണ്ട് ചെലമേശ്വർ ഉത്തരവിട്ട വിധി പോലും, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതിയുടെ തന്നെ ഒരു ജസ്റ്റിസ് പുറപ്പെട്ട വിധി പോലും റദ്ദാക്കുകയാണ് ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ജസ്റ്റിസുമാരെ കൊണ്ട് ചെയ്തത്. അങ്ങനെ തർക്കങ്ങൾ രൂക്ഷമാണ്, വലുതാണ്. ഇതൊക്കെ പരിഹരിക്കണം. അതിനി ചീഫ് ജസ്റ്റിസ് ചെയ്യേണ്ടത് കേസുകൾ കൈമാറുന്ന രീതിയിൽ അദ്ദേഹം തുടരുന്ന ഏകപക്ഷമായ നിലപാട് മാറ്റുക എന്നാണ്. ഇനി അതിന് അദ്ദേഹം തയ്യാറാകുമോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. അജിംഷാ, ശരിയാണ്, വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ചും ഇന്നലെ ദീപക് മിശ്രയ്ക്കെതിരായി ഗൗരവമായ ചില സാഹചര്യങ്ങൾ, സുപ്രീം കോടതിയുടെ ഭരണ നടത്തിപ്പിൽ ഗൗരവമായ ചില കാര്യങ്ങൾ ഉരുത്തിരിക്കുകയാണ്. വലിയ വീഴ്ചകളാണ് സംഭവിക്കുന്നതെന്ന് 4 ജഡ്ജിമാരുടെ ഏറ്റുപറച്ചിലുകൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ ഒരുപക്ഷെ ഗൗരവമായ സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഭിന്നത ഇപ്പോഴും പരിഹരിക്കാനാകുന്നില്ല എന്നതാണ് സന്തോഷ് സർലിംഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. BJP രാജ്യത്തെ ക്രമസമാധാനം മാത്രമല്ല നിയമവ്യവസ്ഥയും തകർക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇതിന് തെളിവാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ തുറന്നു പറച്ചില്ലെന്നും കോടിയേരി പറഞ്ഞു. സാധാരണ ഇത്തരം കേസുകൾ സീനിയർ ജഡ്ജിമാർക്ക്, ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ സംശയത്തിൽ നിൽക്കുന്ന ഒരു ആരോപണമാകുമ്പോൾ സീനിയറായിട്ടുള്ള ബെഞ്ചിന് കൊടുക്കുന്നതിന് പകരം ജൂനിയറായിട്ടുള്ളൊരു 10ാമത്തെ ജഡ്ജിനെ ഏൽപ്പിച്ചത് ഇതിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്നതിൻ്റെ തെളിവല്ലേ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പരോക്ഷമായി ആരോപണ വിധേയമായി കിടക്കുന്നൊരു കേസാകുമ്പോൾ അത് നിഷ്പക്ഷമായി കൈകാര്യം ചെയ്യാനുള്ള ബാധ്യത ചീഫ് ജസ്റ്റിസിനും ജുഡീഷ്യറിക്കുമില്ലേ? ജുഡീഷ്യറിയിൽ ഒരു വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ്, ഭരണകൂടം തങ്ങളുടെ സ്ഥാപിത താല്പര്യം നടപ്പാക്കാൻ ജുഡീഷ്യറിയെ ഉപയോഗിക്കുന്നു, അതിൽ ചില ആളുകളെ ഉപയോഗിക്കുന്നു എന്നുള്ള ഗൗരവതരമായ പ്രശ്നമാണ് ഇതിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ CPIM ജില്ലാ സമ്മേളനത്തിന് കൂടി തുടക്കമായിട്ടുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷാജി, കോടിയേരി പറഞ്ഞത് ഒപ്പം സമ്മേളനത്തിന്റെ വിവരങ്ങൾ കൂടി. അജിംഷാദ്, BJPയുടെ ഭരണത്തിന് കീഴിൽ രാജ്യം വളരെ അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഇതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ രംഗത്ത് വരാൻ കാരണമായതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ചില സംഭവവികാസങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കേരളത്തിൽ UDF ഇനിയും ശിഥിലമാകാനാണ് സാധ്യത. ഇപ്പോൾ ലീഗും കോൺഗ്രസും മാത്രമായിട്ട് കേരളത്തിൽ UDF അവശേഷിച്ചിരിക്കുകയാണെന്നാണ് കോടിയേരി പറഞ്ഞത്.
രാജ്യം ആദരിക്കുന്ന നേതാക്കളെ പോലും മോശക്കാരെ ചിത്രീകരിക്കുന്ന MLA-മാർക്ക് പട്ടും പടവും നൽകി ആദരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. പക്ഷേ മോദിക്കെതിരായിട്ട് വിമർശനം നടത്തി കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും എന്നാൽ ബൽറാമിന്റെ കാര്യത്തിൽ ഇക്കാര്യം നടപ്പിലാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകാത്തത് ആശ്ചര്യം ജനിപ്പിക്കുന്നതാണെന്നും കോടിയേരി പറയുകയുണ്ടായി. രാവിലെ 9 മണിയോടുകൂടിയാണ് ജില്ലാ സമ്മേളനത്തിൽ തുടക്കമായത്. കായംകുളം PK ചന്ദ്രാനന്ദൻ നഗറിലാണ് സമ്മേളനം നടന്നു വരുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ G. സുധാകരനാണ് സമ്മേളന നഗറിൽ പതാക ഉയർത്തിയത്. അതിനുശേഷം മുതിർന്ന നേതാവായിട്ടുള്ള VS അച്യുതാനന്ദൻ ദീപം തെളിയിച്ചു. അതിനുശേഷമാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. ഇനി 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ് നടക്കുന്നത്. 15-നാണ് സമ്മേളനം സമാപിക്കുക. 15-ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പൊതുസമ്മേളനം നടക്കുക. CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഇതിനു മുൻപായിട്ട് റെഡ് വാളണ്ടിയർ പരേഡ് അടക്കമുള്ള പൊതുജന മാർച്ചിൽ നടക്കും. 15-ാം തീയതി ഉച്ചയ്ക്ക് മുൻപായിട്ടാണ് സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജില്ലാ പുതിയ ഭരണസമിതിയും ഒക്കെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവാദ ഭൂമി ഇടപാടിലുമായി ബന്ധപ്പെട്ട സിനഡ് നിയോഗിച്ച മെത്രാൻ കമ്മീഷനിൽ വിശ്വാസ്യതയില്ലാതെ വൈദിക സമിതി 3 ദിവസം കൊണ്ട് എങ്ങനെ സമ്പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വൈദിക സമിതി ചോദിക്കുന്നു. വൈദിക സമിതി തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനാണ് സിനഡ് പുതിയ കമ്മീഷനെ വെച്ചതെന്നും ആരോപണം. സിനഡ് ഇന്ന് സമാപിക്കാനിരിക്കെയാണ് വൈദിക സമിതി നിലപാട് കടുപ്പിക്കുന്നത്. വൈദിക സമിതി നിയോഗിച്ച 6-അംഗ കമ്മീഷൻ 1.5 മാസം കൊണ്ട് തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ട് ചർച്ച ചെയ്യുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈദിക സമിതി. സിനഡ് നിയോഗിച്ച മെത്രാൻ കമ്മീഷൻ കേവലം 3 ദിവസം കൊണ്ട് മാത്രമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മൊഴികളിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങൾ മാത്രമാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കവും. എന്നാൽ 3 വൈദികരും റിട്ടയേർഡ് തഹസിൽദാരും സാമ്പത്തിക വിദഗ്ധരും അടങ്ങുന്ന വിദഗ്ധ സമിതി രൂപതയുടെ ഭൂമി രേഖകളും മിനിറ്റ്സും എല്ലാം പരിശോധിച്ച് തയ്യാറാക്കിയതാണ് വൈദിക സമിതി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കർദിനാളിന് നേരിട്ട് സമർപ്പിച്ചിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ സിനഡ് മറ്റൊരു മെത്രാൻ കമ്മീഷൻ നിയോഗിച്ചത് വൈദിക സമിതി റിപ്പോർട്ട് അട്ടിമറിക്കാനാണെന്നും ഇവർ ആരോപിക്കുന്നു. വൈദിക സമിതി റിപ്പോർട്ട് സമഗ്ര ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നും എങ്കിൽ മാത്രമേ സത്യം പുറത്തുവരൂവെന്നാണ് ഇവരുടെ അഭിപ്രായം. കർദിനാളിന് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കി പ്രശ്നം അവസാനിപ്പിക്കാനുള്ള മെത്രാന്മാരുടെ നീക്കം നടക്കില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. സിനഡ് ഇന്ന് സമാപിക്കാനിരിക്കെ മെത്രാൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം അന്തിമ നിലപാട് സ്വീകരിക്കാനാണ് വൈദിക സമിതിയുടെ തീരുമാനം. ഇന്ന് സിനഡിൽ അവതരിപ്പിക്കാനിരിക്കുന്ന മെത്രാൻ കമ്മീഷൻ റിപ്പോർട്ട് കർദിനാളിന് അനുകൂലമാണെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ശ്രീജിത്തിന്റെ സഹോദരന്റെ കസ്റ്റഡി മരണം അന്വേഷിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം CBI തള്ളി. മരിച്ച ശ്രീജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം ധനസഹായം നൽകിയത് LDF സർക്കാരാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ പരാതിക്കാരെ പരിഹസിച്ച ചെന്നിത്തലയ്ക്ക് നേരെ സമരപ്പന്തലിൽ പ്രതിഷേധമുണ്ടായി. സാർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് സംഭവം നടന്നത്. സാറിന്റെ മുന്നിൽ ശ്രീജിത്ത് വന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞൊരു മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കൂടെ വന്നതാണ്. അന്വേഷിച്ചതല്ല സാർ. സാറ് പറഞ്ഞ ശ്രീജിത്തിനോട് പറഞ്ഞത് ശ്രീജിത്ത് അവിടെ പോയി കിടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ കേട്ടോണ്ട് നിന്നതാണ്. ഇത് രാഷ്ട്രീയത്തിനെതിരൊന്നുമല്ല പറയുന്നത്. റോഡിൽ കിടക്കുമ്പോൾ അവിടെ പൊടിയടിക്കും എന്ന് പറഞ്ഞിരുന്നു. രാത്രി കൊതുക് അടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതാണോ സാറേ സഹായം? പറയാൻ അധികാരമുണ്ട് സാർ. ഞാൻ പൊതുജനമാണ് സാർ. ഞാൻ അവന്റെ സുഹൃത്താണ് സാർ. അവന്റെ നീതി കിട്ടണം സാർ. ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത്. ആവശ്യമുള്ള കാര്യമാണ് സാർ പറഞ്ഞത്. ജനങ്ങൾ കാണുന്നുണ്ട്. പൊതുജനം കാണുന്നുണ്ട്. പൊതുജനങ്ങളുടെ കണ്ണിൽ മണ്ണുവാരിയിടാൻ സമ്മതിക്കത്തില്ല. പൊളിയിടാൻ പറ്റില്ല. ഇത് സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പൊതുജനങ്ങളാണ്. പരിഹാരം കാണാൻ പറ്റില്ല. ഞാൻ ഒന്ന് എണീക്കട്ടെ. എനിക്ക് എല്ലാവരുടെ വെയിറ്റ് പുറത്ത് കയറിയാൻ പറ്റില്ല. കുറച്ച് ബാക്കിലൊക്കെ ഞാൻ ഒന്ന് എണീക്കട്ടെ. ഞാൻ ഇയാളെ കണ്ട് സംസാരിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് സന്തോഷം എന്താ കാണിക്കുന്നത്? ഞാനല്ലേ തള്ളുന്നതാണ്. അപ്പൊ അവിടെ പറ തള്ളാനെന്ന് പറ. രണ്ട് കാര്യമാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സർക്കാർ ചെയ്യുന്നതിന് കോടതിയെ സമീപിക്കും. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്?
കോടതിയിൽ പോകുന്ന അയക്ക് നിയമസഹായം നമ്മൾ ഏർപ്പാടിക്കണം. ഇത് രണ്ട് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 വർഷമായിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് ഇനിയും നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അല്ല, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് വളരെ പഴയ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ ഇനി ആലോചിക്കേണ്ടതല്ലേ. അതൊന്ന് സർക്കാർ സമന്വയം ചെയ്യുക. നടന്നില്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതി കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. തയ്യാറെടുപ്പ് ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് നിൽക്കുകയല്ലേ, നോട്ടിഫിക്കേഷൻ കൊടുക്കാമെന്ന് മാധ്യമങ്ങൾ ഹൈക്കോടതി എൻക്വയറി എന്ന് പറയുന്നത് ഒന്നി ആവശ്യപ്പെട്ടാൽ ഇനി രണ്ട് തരത്തിലെ പറ്റും. ഒന്ന് ഗവൺമെന്റ് ആവശ്യപ്പെടും, അല്ലെങ്കിൽ കോടതി അല്ലെ CBI നേരത്തെ. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജീവൻ, ഒരുപക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പ് ായിട്ടാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, എത്തിയത് എന്ന് സൂചിപ്പിക്കുന്ന വലിയ തിരിച്ചടിയാണ് ഒരുപക്ഷെ ആ സമരപ്പന്തലിൽ നിന്ന് ചെന്നിത്തലയ്ക്ക് കാണാനായത്. അങ്ങനെയാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായിരുന്നു അവിടെ സംഭവിച്ചത് ജീവൻ? അജിംഷാദ്, ഒരുപക്ഷെ നമ്മൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കെ ഈ സമരം കിടക്കുന്ന ശ്രീജിത്തിൻ്റെ സഹോദരൻ പോലീസ് സ്റ്റേഷനുള്ളിൽ കൊല്ലപ്പെടുന്നു. അത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അന്നൊന്നും ഒരു ഘട്ടത്തിൽ പോലും ചെറുവിരലനക്കാത്ത ആ പ്രതിപക്ഷ നേതാവ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുമ്പോൾ അന്ന് ശ്രീജിത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണിപ്പോൾ ആഭ്യന്തരമന്ത്രിക്കെതിരെ രോക്ഷപ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്, നമ്മൾ പ്രേക്ഷകർ കേട്ടത് ഇപ്രകാരമാണ്: ഞാൻ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാനും ശ്രീജിത്തും സാറിനെ സമീപിക്കുമ്പോൾ, സാറെന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു, സാറിനെ സമീപിക്കുമ്പോൾ ശ്രീജിത്തെ, നീ വെറുതെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അഴുക്കും പൊടിയും പിടിച്ച് കിടന്നിട്ട് കാര്യമില്ല, വെറുതെ അഴുക്കിലും പൊടിയിലും കിടക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിച്ചാട്ടിവിട്ട രമേശ് ചെന്നിത്തല ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി ശ്രീജിത്തിൻ്റെ സമരത്തെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന തികച്ചും വിരോധാഭാസമായ കാഴ്ച കാണേണ്ടതായി വരുന്നു. അതിന് അവിടെ സമരക്കാരുടെ ഭാഗത്തു നിന്ന് ആ പ്രതിഷേധം ഉണ്ടാകുന്നു. അജിംഷാ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 മെയ് മാസം 19-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാരനെ പാറശാല പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 21-ാം തീയതി ഇദ്ദേഹം പോലീസ് കസ്റ്റഡിയിലിരിക്കെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതായി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് വരുന്നു. തുടർന്ന് അന്നത്തെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പിന് ബന്ധുക്കൾ പരാതി നൽകുന്നു. 10 ലക്ഷം രൂപ കോമ്പൻസേഷനും ഒപ്പം കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമാണ് നാരായണക്കുറുപ്പ് വിധിച്ചത്. 2014 മുതൽ 2016 മെയ് മാസം വരെ ഈ ഫയലിൽ ഒരു കാര്യവും മുമ്പുണ്ടായിരുന്ന ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്തിരുന്നില്ല. അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ് ഇന്ന് രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിൽ എത്തിയത് എന്ന് നമുക്ക് ദുഃഖത്തോടു കൂടി പ്രേക്ഷകരോട് പറയാം. ജീവൻ കുമാർ, രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി എത്തി എന്നത് മാത്രമല്ല, അതിന് വലിയ തിരിച്ചടി അവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു ആധികാരികത വിട്ട് ആ ദൃശ്യങ്ങൾ തത്സമയം ഇപ്പോൾ കണ്ടു എന്ന നിലയിൽ തന്നെ ഒരു പ്രേക്ഷക മനസ്സുകൂടി പ്രതിനിധീകരിക്കുമ്പോൾ ജീവൻ ഒരുപക്ഷെ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള വലിയ തിരിച്ചടി ആണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് ഏൽക്കേണ്ടി വന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു സർക്കാർ വിരുദ്ധ സംഭവമാണ് ഈ സമരം എന്നാക്കി തീർക്കാനായി രാഷ്ട്രീയവുമായി അവിടെ എത്തുമ്പോൾ, നിങ്ങളുടെ കാലത്താണ് ഇത് സംഭവിച്ച്, അന്ന് നിങ്ങളാണ് അല്ലെങ്കിൽ താങ്കളാണ് ആഭ്യന്തരമന്ത്രി, താങ്കൾ അന്ന് നിഷേധിക്കുകയായിരുന്നു ഞങ്ങളുടെ അവകാശങ്ങളും നീതിയും എന്ന് അനുഭവ സാക്ഷ്യം, അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തെ സംബന്ധിച്ചാണ് ശ്രീജിത്തിന്റെ സുഹൃത്തു കൂടിയായ ആൾ ആ സമരപ്പന്തലിൽ പറയുന്നത്. വലിയ തിരിച്ചടിയാണ് ഒരു പക്ഷേ ആ ദൃശ്യങ്ങൾ. ജീവൻ, തീർച്ചയായും. കാരണം ഈ കാര്യത്തിൽ നമുക്ക് വളരെ കൃത്യമായി പറയേണ്ടതായി വരും. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് 2014 ഈ സംഭവം ഉണ്ടായി 2016 വരെ ഒരു തരത്തിലും ഇതിൽ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല.
എന്നാൽ ശ്രീജിത്ത് ഒരു സമരവുമായി രംഗത്ത് വരുന്നു. 746 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമരം പല ഘട്ടങ്ങളിലായി ഇപ്പോൾ ഈ സമരത്തിൻ്റെ ചാമ്പ്യന്മാരെന്ന ഭാവത്തിൽ രംഗത്ത് വന്നിരിക്കുന്ന പ്രതിപക്ഷത്തെ കോൺഗ്രസ് ആവട്ടെ BJP ആവട്ടെ നിരവധി സമരങ്ങൾ ഇതിനോടകം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു കഴിഞ്ഞു. 2 വർഷത്തിലേറെയായി ഈ സമരം അവിടെ നടന്നിട്ടും ഒരു ഘട്ടത്തിൽ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തവർ സോഷ്യൽ മീഡിയയിൽ സമരം ഏറ്റെടുത്തോടുകൂടി ഇതിൻ്റെ രംഗത്ത് വരുന്ന ഒരു വിരോധാഭാസമായ കാഴ്ചയാണ് നമുക്ക് പറയാനുള്ളത്. 2, സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ കഴിഞ്ഞ ജൂൺ മാസം 8-ാം തീയതി ശ്രീജിത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ കേസ് CBI അന്വേഷിക്കണമെന്നതാണ്. CBI അന്വേഷിക്കുന്നതിന് വേണ്ടി 2017 നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്താം. CBI അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് യുവമോർച്ച അടക്കമുള്ളവർ സമരം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ CBIക്ക് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിന് ലഭിച്ച മറുപടി എന്തെന്നറിയാം. അതിനു മുമ്പ് ഒരിക്കൽ കൂടി രമേശ് ചെന്നിത്തല ഒരുപക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പ് ഉദ്ദേശിച്ചുകൊണ്ട് സമരപ്പന്തലിലേക്ക് എത്തുന്നു. താൻ ഒരുപക്ഷെ വേട്ടക്കാരനായിരുന്നു ഒരു കാലത്ത്, എന്നിട്ടാണ് ഇരയ്ക്കൊപ്പം ഇപ്പോൾ ഓടാനെത്തിയിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ വാക്കുകൾ ഒരുപക്ഷെ ആ സമരപ്പന്തലിൽ ഇരകൾ ഉയർത്തുകയാണ്. തീർച്ചയായും അതുകൂടി കാണാം, ആ ദൃശ്യങ്ങൾ കൂടി ഒരിക്കൽ കൂടി കാണാം. ഒരു സംശയം ചോദിച്ചോട്ടെ? സാറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് സംഭവം നടന്നത്. സാറിന്റെ മുന്നിൽ ശ്രീജിത്ത് വന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞൊരു മറുപടി എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കൂടെ വന്നതാണ്. അന്വേഷിച്ചതല്ല സാർ. സാറ് പറഞ്ഞ ശ്രീജിത്തിനോട് പറഞ്ഞത് ശ്രീജിത്ത് അവിടെ പോയി കിടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ കേട്ടോണ്ട് നിന്നതാണ്. ഇത് രാഷ്ട്രീയത്തിനെതിരൊന്നുമല്ല പറയുന്നത്. റോഡിൽ കിടക്കുമ്പോൾ അവിടെ പൊടിയടിക്കും എന്ന് പറഞ്ഞിരുന്നു. രാത്രി കൊതുക് അടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതാണോ സാറേ സഹായം? പറയാൻ അധികാരമുണ്ട് സാർ. ഞാൻ പൊതുജനമാണ് സാർ. ഞാൻ അവന്റെ സുഹൃത്താണ് സാർ. അവന്റെ നീതി കിട്ടണം സാർ. ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത്. ആവശ്യമുള്ള കാര്യമാണ് സാർ പറഞ്ഞത്. ജനങ്ങൾ കാണുന്നുണ്ട്, പൊതുജനം കാണുന്നുണ്ട്. പൊതുജനങ്ങളുടെ കണ്ണിൽ മണ്ണുമാരിയിടാൻ സമ്മതിക്കത്തില്ല, പൊളിയിടാൻ പറ്റില്ല. ഇത് സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പൊതുജനങ്ങളാണ്. പരിഹാരം കാണാൻ പറ്റില്ല. തീർച്ചയായും അന്നത്തെ അനുഭവങ്ങൾ വളരെ വ്യക്തമാക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആകെ സ്കാറ്റേഡ് ആയി പോകുന്ന ഒരു ദൃശ്യം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ജീവൻ, അതായത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഈ വിഷയവും ഉന്നയിച്ച് ഞങ്ങൾ എത്തുമ്പോൾ എന്താണ് താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് പറഞ്ഞത് എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. ആ വാക്കുകൾ കൂടി ഒരിക്കൽ കൂടി അദ്ദേഹം എന്തായിരുന്നു സൂചിപ്പിച്ചത്? ശ്രീജിത്തിന്റെ വളരെ ആത്മാർത്ഥ സ്നേഹിതനായ ഒരു വ്യക്തിയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തല അവിടെ എത്തുമ്പോൾ ഈ കാര്യത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഇത്തരത്തിൽ ഇവിടെ മുൻപോട്ട് വരുമ്പോൾ ഞങ്ങൾ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായിരുന്നു അങ്ങയുടെ മുന്നിൽ വരുമ്പോൾ അങ്ങ് ഞങ്ങളോട് പെരുമാറിയത് ഈ രൂപത്തിലാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പരിഹസിക്കുകയായിരുന്നു. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അങ്ങ് അന്വേഷണത്തിന് ഉത്തരവിട്ടില്ലെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കും എന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കരുത്, അവിടെ കിടന്നാൽ അഴുക്കും പൊടിയും പിടിക്കും എന്ന് പറഞ്ഞ് കൊതുകടി കൊള്ളും എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹസിച്ചു വിട്ട ആളാണ് അങ്ങേക്ക് എന്താണ് ഇന്നിവിടെ വരാനുള്ള അധികാരം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഈ പറഞ്ഞ സുഹൃത്തിനോട്, ശ്രീജിത്തിന്റെ സുഹൃത്തിനോട് തിരിച്ച് കയർക്കുന്നതും ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം. എന്തായാലും ഒരു കാര്യം ഈ കാര്യത്തിൽ വ്യക്തമാണ് അജിംഷാദ്, ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ 3 കാര്യങ്ങളാണ് ശ്രീജിത്ത് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒന്ന്, ഇതിൽ CBI അന്വേഷണം വേണം. അതിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. CBI അന്വേഷണം കഴിഞ്ഞ 746 ദിവസമായി പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസായതിനാൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നത് ശ്രീജിത്തിന്റെ ആവശ്യം ന്യായമാണ്. അതുകൊണ്ട് തന്നെ ജൂൺ മാസം 8-ാം തീയതി സംസ്ഥാന ചീഫ് സെക്രട്ടറി എഴുതിയിരിക്കുന്ന കത്തിന് ഈ കേസ് CBIക്ക് അന്വേഷിക്കാൻ കഴിയില്ല. കാരണം CBI ഇതിനോടകം തന്നെ നിരവധി കേസുകൾ കേരളത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൃത്യാനന്തര ബാഹുല്യമുള്ളതിനാൽ ഇത് നടക്കില്ല എന്ന് തീർച്ചയായും ജീവൻ, പക്ഷേ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കവേ സംഭവിച്ച ഒരു സംഭവത്തിന് രാഷ്ട്രീയ മുതലെടുപ്പെടുക്കാൻ കോൺഗ്രസും UDFും ശ്രമിച്ചതിന് ഇന്ന് ചെന്നിത്തലയ്ക്ക് സമരപ്പന്തലിൽ തന്നെ തിരിച്ചടി ലഭിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. ഒപ്പം CBI അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ അയച്ച ശുപാർശ BJP സർക്കാർ ഭരിക്കുന്ന കേന്ദ്രം തിരിച്ചയച്ച ഇതിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടി പീപ്പിൾ TV ഇതാ പുറത്തുവിടുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ഇടവേളയിലേക്ക്.